ഒരു സ്വകാര്യ കമ്പനിയുടെ ലാൻഡർ ഇതാദ്യമായി ചന്ദ്രനിൽ ഇറങ്ങി. അമേരിക്കയിലെ ഇൻഡ്യൂട്ടീവ് മെഷീൻസ് ആണ് ഒഡിസിയസ് എന്ന ലാൻഡർ എടുത്തത്. ഈ മാസം 15-ാം തീയതിയായിരുന്നു വിക്ഷേപണം. കൂടുതൽ വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര നമുക്കിപ്പം മോർണിംഗ് ഷോയിൽ വരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, യഥാർത്ഥത്തിൽ ഈ സ്വകാര്യ വാഹനങ്ങളൊക്കെ സർവീസ് നടത്തുന്ന ഒരു സ്ഥലമായി ചന്ദ്രൻ മാറുമോ? എന്തൊക്കെയായി നാട്ടിൽ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. നമുക്ക് ഒരു കാലത്ത് അവിടെ എത്താൻ അതും കുറഞ്ഞ പൈസയ്ക്ക് ഈ അമേരിക്കയിലെ ഹൂസ്റ്റണിലെ ഒരു സ്വകാര്യ കമ്പനിയായ ഇൻറ്റ്യൂറ്റീവ് മെഷീൻസിന്റെ ഒഡീസിയസ് എന്ന റോബർട്ട് ലാൻഡർ ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 5 മണിക്ക് ശേഷമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. അവസാന നിമിഷങ്ങളിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും എഞ്ചിനീയർമാർ അതൊക്കെ മെനക്കെട്ട് ഈ ഒഡീസിയസിനെ ചന്ദ്രനിൽ ഇറക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിന് സമീപമായിരുന്നു ലാൻഡിംഗ്. ഈ മാസം 15-ന് ഫ്ലോറിഡ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കപ്പെട്ടത്. ബുധനാഴ്ചയോടുകൂടി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയിരുന്നു. ഈ ലാൻഡ് ചെയ്ത പ്രദേശത്തെ വെളിച്ചം പോകും മുമ്പ്, അതായത് 7 ദിവസം കൊണ്ട് ഈ വെളിച്ചം പോകും. അതിനുള്ളിൽ ചന്ദ്രോപരിതലത്തിലെ കാലാവസ്ഥ, ഭാവി ദൗത്യങ്ങൾക്കായുള്ള മറ്റ് വിവരങ്ങളൊക്കെ ശേഖരിക്കും. അന്ധകാരം പരക്കും മുമ്പ് ഈ സോളാർ പാനലുകൾ ഉപയോഗിച്ച് ആവശ്യത്തിനുള്ള ഊർജം ശേഖരിക്കേണ്ടതുണ്ട്. ഇത് വളരെ നിർണായകമാണ്. നാസയുടെ ഭാവി ചാന്ദ്ര ദൗത്യങ്ങൾക്കുള്ള ഉപകരണങ്ങൾ ഈ ഒഡീസിയസിൽ അയച്ചിട്ടുമുണ്ട്. ഇതിൽ ജിയോ ലൊക്കേഷനൊക്കെ കൃത്യമായി അറിയുവാനുള്ള റേഡിയോ ബീക്കൺ, അതുപോലെ ചിത്രങ്ങൾ എടുക്കാനുള്ള ക്യാമറയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഈ ദക്ഷിണ ധ്രുവത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഈ തുടർച്ചയായ സൂര്യപ്രകാശം ഇവിടെ ലഭ്യമാണ്. സോളാർ പാനലുകൾ വഴി ഊർജ്ജശേഖരണം നടത്തും. ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ വെള്ളം ഐസിന്റെ രൂപത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും വേർതിരിക്കുന്നതോടെ ശ്വസിക്കുവാനുള്ള ഓക്സിജൻ ലഭ്യമാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. 2026 നാസ വീണ്ടും 4 യാത്രക്കാരുമായി ഈ ചന്ദ്രനിലേക്ക് പോകുന്ന ആർട്ടിമിസ് ചന്ദ്രയാത്രാ പദ്ധതിക്ക് വേണ്ട വിവരങ്ങൾ ഈ യാത്രയിൽ ശേഖരിക്കാനുള്ള പരിപാടിയുണ്ട്. കുറഞ്ഞ ചെലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചന്ദ്രനിലെ ഉപകരണങ്ങളൊക്കെ എത്തിക്കുവാനുള്ള നാസയുടെ പദ്ധതിയായ കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസസിന് വഴി ഒരുക്കുന്നതാണ് ഈ സ്വകാര്യ കമ്പനിയുടെ ലാൻഡിംഗ്. ഈ ഒരു ലേസർ ഉപകരണം അവസാന നിമിഷം പ്രവർത്തിക്കാതെ പോയതാണ് അല്പം അങ്കലാപ്പാക്കിയത്. പക്ഷെ അതുകൊണ്ട് തന്നെ പേടകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ ഇനിയും ശേഖരിച്ചു തുടങ്ങിയിട്ടില്ല. അതുപോലെ ഈ ഒരു കാരണത്താൽ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം സാധിക്കുമോ എന്ന് അത്ര കമ്പനിക്ക് ഉറപ്പുമില്ല. അരനൂറ്റാണ്ടിന് ശേഷമാകും ഒരു US നിർമ്മിത ഒരു ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങുന്നത്. നാസയുടെ അപ്പോളോ 17 1972 ലാൻഡ് ചെയ്തത്. അമേരിക്കയും പഴയ സോവിയറ്റ് യൂണിയനും ചൈനയും ഇന്ത്യയും അടുത്ത കാലത്ത് ജപ്പാനുമാണ് ഇതുവരെ ചന്ദ്രനിൽ ഇറങ്ങിയ മറ്റ് രാജ്യങ്ങൾ.